ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തിരിച്ചടിയായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു വിധി വരുന്നത്. സ്വാഭാവികമായും ഈ വിധി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരുന്നു. കെ ബാബുവിന് ആശ്വാസം എന്ന വിധിയാണ് തിരിച്ചു വരുന്നത്. ബാബുവിന്റെ വിജയം റദ്ദാക്കണമെന്ന എതിർ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി എന്ന പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി കോടതിയിൽ നിന്നും പുറത്തു വരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നമുക്കതിന്റെ വിശദാംശം പോവാം. അങ്ങനെയെങ്കിൽ കെ ബാബുവിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസമുണ്ടാവുന്ന കാര്യം തന്നെയാണ്. ബാബുവിന്റെ വിജയം റദ്ദാക്കണമെന്ന എതിർ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. കെ ബാബുവിന്റെ പ്രതികരണത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കെ ബാബുവിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന വിധി, തർക്കമില്ല. കെ ബാബുവിന്റെ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് തന്നെ പോവാം. കെ ബാബുവിന് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന വിധി, ഹർജി തള്ളുന്നു. ബാബുവിന്റെ വിജയം റദ്ദാക്കണമെന്ന് എതിർ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അതിസുപ്രധാനമായ വിധി. എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് ഹർജി, കെ ബാബുവിന്റെ വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി കോടതി തള്ളിയിരിക്കുന്നു. അതാണ് വാർത്ത. കെ ബാബുവിന്റെ പ്രതികരണത്തിലേക്ക്. എല്ലാവരും വന്നു കഴിഞ്ഞില്ലേ? വളരെ സന്തോഷം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പ് വിധി അസ്വാദമാക്കണമെന്നും LDF സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൻ്റെ മായി ബന്ധപ്പെട്ട് 3 വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി. വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാലും അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ എന്തൊക്കെ തള്ളി, നേരത്തെ ഞാൻ പ്രസംഗിച്ചു, ചുമര എഴുതി എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി അന്ന് പറഞ്ഞത് ഈ അയ്യപ്പസ്വാമിയുടെ പടം വെച്ച് സ്ലിപ്പടിച്ചത്, അതാണ് മതമുദ്ര ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം നിലനിൽക്കും, ആ കേസ് പ്രശ്നം നിലനിൽക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം, യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പടിച്ചിട്ടില്ല. ഇത് കൃത്രിമമാക്കി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടായിരുന്നു. തലേ ദിവസം അവർ ബാബുവിന്റെ പ്രതികരണം, കെ ബാബുവിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഈ വിഷയത്തിൽ കെ ബാബുവിന് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഹർജിയിലുള്ള വിധിയാണ് വരുന്നത്. സ്വരാജിന്റെ ഹർജി റദ്ദാക്കപ്പെടുമ്പോൾ കെ ബാബുവിന്റെ വിജയം കോടതി ശരിവയ്ക്കുന്നു. അവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിച്ചു എന്ന ആരോപണം നിലനിൽക്കില്ല എന്നതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഒപ്പം ഈ കോടതി വിധിയുടെ കൂടുതൽ വിശദാംശം കൂടി നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. സ്വരാജിന്റെ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അതിങ്ങനെയായിരുന്നു. ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് ഉള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്ത് മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടുപിടുത്തം. ഒപ്പം തന്നെ കെ ബാബു പരാജയപ്പെട്ടാൽ അത് അയ്യപ്പൻ്റെ പരാജയമാണ് എന്ന തരത്തിൽ ആളുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി തൃപ്പൂണിത്തുറയിൽ 2021 എന്നതായിരുന്നു ആക്ഷേപം. വളരെ പ്രധാനപ്പെട്ട വിധിയാണ് വരുന്നത്. ടോം, വിധി വന്നു കഴിഞ്ഞു. ബാബുവിന് ആശ്വാസം. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? സജിത്ത്, എന്തായാലും UDF-നെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കിയ ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലം